അത്താത്ത എണിച്ചിട്ടുണ്ടാവില്ലേ? കടിയുണ്ടോ? ഏച്ചോ ഗവൺമെൻറ്റോട് ഇങ്ങനെ മോദന കൃഷിയുണ്ടാണ് ഭഗവാന് ഓക്കെ ഭഗവാനെ ഗണേശ്വര അപ്പൊ കണിയെല്ലാം കണ്ടു, രാവിലത്തെ ചായയെല്ലാം കുടിച്ചു. ഇനി നേരെ തറവാട്ടിൽ പോകണം. അപ്പൊ ഇന്നത്തെ ഫുഡ് തറവാട്ടിലാണ് കേട്ടാ. അപ്പൊ എന്നാക്കുന്നു നെയ്ച്ചോറ് ഇറച്ചി ആക്കുന്നു തോന്നുന്നു. നമുക്ക് പണിയില്ല, എന്താ വെച്ചാൽ പിള്ളേർ പറഞ്ഞാൽ അത് മതി. പിള്ളേർക്ക് ഇഷ്ടം അതാണ്. നമ്മളിങ്ങോട്ടെല്ലാം ആക്കും. നമ്മള് കണ്ണൂർ ഇങ്ങോട്ടേലും പറഞ്ഞാൽ നെയ്ച്ചോറ് ഇറച്ചി ബിരിയാണി ഇങ്ങനത്തെ എല്ലാം ആക്കും, ഐറ്റംസിലാക്കും. പച്ചക്കറി മാത്രല്ല അല്ലെ, പച്ചക്കറി ഇവള് കുറച്ച് പച്ചക്കറി ഐറ്റംസും ആക്കുന്നുണ്ട്. അത് എപ്പോ ആവുമെന്ന് അറിയില്ല. പിന്നെ എനക്കുന്നൊരു ബുദ്ധിമുട്ട് പറഞ്ഞാല് ഇന്ന് ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകണം കേട്ടാ. ഇവന് ഡ്യൂട്ടിയാണ്, ലീവ് കിട്ടിയിട്ട. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി പിന്നെ അങ്ങനെയാണ്. എല്ലാ സമയം നമ്മൾ വിചാരിച്ചതുപോലെ ലീവ് കിട്ടൂല. അതാരും കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല, ഹോസ്പിറ്റലായതുകൊണ്ട്. അപ്പൊ തറവാട്ടിൽ പോകണം. അപ്പോ അച്ഛനും അമ്മക്കും വിഷ്കൂട്ടി കൊടുക്കണം കേട്ടാ. അച്ഛാ ചായ കുടിച്ചോ? അച്ഛൻ ചായ കുടിച്ചു. ഇത് അച്ഛന്റെ വിഷുക്കോടിയാണ്. വിഷുക്കോടി അച്ഛൻ, വിഷുക്കോടി. ആ അച്ഛാ ടീഷർട്ട് ഇടാ, പൊളിച്ചു കൊടുത്താണേ. അമ്മയുടെ ഡ്രസ് രസമുണ്ട്. അച്ഛൻ പഴയ കണി കാണുമ്പോ മാറ്റിയല്ലേ ടീഷർട്ട് ഇട്ടോക്കെ അച്ഛാ. അച്ഛൻ ടീഷർട്ട് എടുപ്പിക്കട്ടെ. അച്ഛൻ പുതിയത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടി കൊണ്ടെത്തും. പഴയത് ഇടൂല, പഴയത് ഇടാനാണ് താല്പര്യം തോന്നുന്നു. അങ്ങനെ അച്ഛനെ പുതിയ ടീഷർട്ട് ധരിപ്പിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട കളറാണ്. അച്ഛൻ ഇഷ്ടപ്പെട്ട കളർ ഇതാണ്. അച്ഛന് മുമ്പ് ഇങ്ങനെ തോന്നുന്നുണ്ടായിട്ടാ കൈയുടെ അച്ഛ. ആഹാ അടിപൊളി. ഇന്ന് ഇട്ടാ മതി, മാറ്റണ്ട ഇന്ന്. വലുതൊന്നല്ല, കണക്കന്നെ. കൊടുക്കിട്ട് കൊടുക്ക. അമ്മക്ക് ബ്ലൗസിന്റെ തുണിയാ മനസ്സിലായി നമ്മളെ ലുങ്കിയും. നല്ലതന്നെ.
കുഴപ്പമില്ലല്ലേ? അത് ഇരുന്ന് അത് മാറ്റിട്ട് ഞാൻ പഴയ തന്നെ എടുത്തെടുക്കണ്ടോ? ഞാൻ തന്നെ അല്ലേ മാറ്റിയത്. അല്ലാത്ത വേറെ കളറാണ്. അത് അമ്മേന്റെ ബ്ലൗസിന്റെ കളർ. എന്നാ പിന്നെ ബാക്കിയുള്ള പരിപാടി നോക്കണ്ടേ? കഴിക്കുന്ന അവത്തേക്ക് പിന്നെ ബാക്കിയുള്ള പരിപാടിയും കൂടെ നോക്കട്ടെ. ഭക്ഷണത്തിന്റെ നെയ്ച്ചോറാക്കാൻ തുടങ്ങാം. അപ്പൊ അച്ഛനിടെ തീയിലും സെറ്റാക്കിയിട്ടുണ്ട്. അച്ഛാ തീ കത്തിയില്ലേ? എന്നാ പിന്നെ ചട്ടി വെച്ച് കൊടുക്കാം അല്ലേ? ഇവിടെ എവിടെ പോയി ലതാ? ലതാ ലതേനെ കാണുന്നില്ലല്ലോ. അച്ഛൻ താറ്റാക്കി മുൻകൂട്ടി. ഇത് വെച്ചോ. നമ്മുടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുക്കേ. മതി 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 കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രാമ്പൂ വട്ട ഇതെല്ലാം ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം ഇളക്കി കൊടുക്കുക. അച്ഛൻ ഇളക്കിക്കോ. ചായ ദേഹണക്കാർക്ക് ചായ കൊണ്ടച്ഛൻ കൊണ്ട ഉള്ളി ഇട്. അടുത്ത് നമ്മുടെ ഉള്ളി ഇട് 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 അല്ലോ കേട്ടോ. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. മതി മതി മതി. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ആക്കാം. വെള്ളം റെഡിയാക്കി വെച്ചേ. വെള്ളം ഉപ്പ് വേണം. പാകത്തിന് ഉപ്പും കൂടി ഇട്ടോട്ട് മതിയാവില്ലേ സാർ? മതിയല്ലേ? പാത്രം പൊത്തി നോക്കാനോ? ഓക്കെ സെറ്റായി. അടച്ചു നോക്കാം. കൊണ്ടുവരാ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് അങ്ങനെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കുറച്ച് ഉള്ളി വറുത്തത് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മുടെ വിതറി കൊടുക്കുക. ഓക്കെ. അടുത്തത് ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സുന്ദരികൾ വരുന്നുണ്ട്. സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്ന തിരുവോണം വിഷുവോണം. ഇങ്ങോട്ട് നോക്കിയാൽ രണ്ടാളും ഹായ് ആക്കിയ രണ്ടാളും ഹായ്. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ടിം പരിപാടിയാണ്. സമയം ഇപ്പം 10:30 ആദ്യം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി തീ കുറച്ചോ കരിയുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. തീ കുറച്ച് കരിയുന്നുണ്ട്. എന്നാ അതല്ല കേട്ടോ. കറിവേപ്പില ഇടക്ക് കേട്ടോ. എല്ലാം ഒക്കെ ഇട്ടോ. അതാണ് നല്ലത്. മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് കൂടുതൽ, കുരുമുളക് പൊടി, അവരോട് ഗരം മസാല ഇട് പറയുന്നുണ്ട്. ആ ഗരം മസാല എടുത്ത് കൊടുത്താ പണിയാവട്ടെ. തന്നെയാ ഗരം മസാല തന്നെയാണത്. ലേശം ഗരം മസാല അല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം. ചിക്കൻ പൊടി ലേശം ഇട്ടോ. എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം.
ഓക്കെ, ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചാറാക്കുന്നില്ലേ? നെയ്ച്ചോറായതുകൊണ്ട് ചാറാക്കാം അല്ലേ? അല്ലേ? പിടിക്കാനാവുന്നില്ലേ? ഇനി പാകത്ത് നമ്മുടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കല്ലുപ്പല്ലേ? എല്ലാം കൂടി ഒന്ന് ഇളക്കി വെപ്പിക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചാൽ ഓക്കെ. ഉപ്പ് അധികമാവില്ല. മതിയാ? ചാറ് മതിയാ? കുറച്ചും കൂടി ചാറ് വെള്ളം വരുമോ ഇന്ന്? മതിയല്ലേ? അടച്ചു കൊടുത്തേ. അപ്പോൾ ഇതുകൊണ്ട് റെഡി ആവട്ടെ. ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില അല്ലേ? കുറച്ച് കുരുമുളക് പൊടി അല്ലേ? ഇനി കറിവേപ്പില അല്ലേ? സംഭവം ഒന്ന് ഇളക്കി വെപ്പിച്ചാൽ റെഡി ആയി അല്ലേ? നക്ഷത്രം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇളക്കി വെപ്പിച്ച് ഓക്കെ. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. എല്ലാം കുറച്ചായിട്ടുണ്ടേ. നിങ്ങൾ ഇപ്പോഴേ കഴിക്കുന്നില്ലല്ലോ? സമയം ഇപ്പൊ അത്ര ആയിട്ടു, 11 ആയിട്ടു. നഷ്ട കഴിക്കുക കഴിക്കുന്നില്ല അല്ലേ? ഇവര് 1 മണിയാകുമ്പോ കഴിക്കൂല. എന്നാ പിന്നെ ഞാൻ കഴിക്കാ. എന്നാ ചെയ്യണ്ട്. അമ്മ ഞാൻ കഴിക്കട്ടാ? അല്ല, ഞങ്ങൾക്ക് പിന്നെ ബസ്സൊന്നും കിട്ടലുണ്ടാവൂല. ഇന്ന് ബസ് കുറവായിക്കോല്ല. കഴിക്കാം കുറച്ചൊക്കെ മതി. ചിക്കൻ കറി സൈഡിലൊക്കെ. ഓ, എല്ലാവരും ഉണ്ടല്ലോ. മതി 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 മതി. മതി മതി. അമ്മ രോഗ പപ്പടം, നഷുംബൈക രോഗ അച്ചാറ്. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുദിനത്തിലുള്ള ഉച്ചയൂണ് കുടുംബത്തോടൊപ്പം കഴിക്കാൻ പറ്റിയില്ല. ഒറ്റക്കന്നെ കഴിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ കഴിച്ചേക്കാം. നല്ല കുട്ടി പോകുകയും ചെയ്യുന്നു കേട്ടോ. നല്ല നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയുമേ. എന്നാ പിന്നെ ഞാൻ ഇത് കഴിക്കട്ടെ.